കൊടി പിടിച്ച് ധനുഷും തമിഴ് രാഷ്ട്രീയത്തിലേക്കോ? ഏതായാലും കസ്തൂരി രാജയുടെ മകനും എസ് എ ചന്ദ്രശേഖരന്റെ മകനും നേർക്കുനേർ ഇറങ്ങുമോ? ജോസഫ് വിജയും ധനുഷിന്റെയും പോരാട്ടങ്ങളുടെ ദിനമാണോ തമിഴ്നാടിനെ കാത്തിരിക്കുന്നത്? MGR, കരുണാനിധി, ജയലളിത, വിജയകാന്ത്, കമൽഹാസൻ, വിജയ്, ഇപ്പോഴത്തെ ധനുഷും. തമിഴ് സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നും ദ്രാവിഡ രാഷ്ട്രീയ ചൂടിലേക്ക് ഇതാ മറ്റൊരു സൂപ്രതാരം കൂടി കടന്നു വരികയാണോ? ധനുഷ് വെങ്കടേഷ് പ്രഭു വേലയില്ലാ പട്ടധാരിയിലൂടെ നിരവധി സിനിമകളിലൂടെ യുവാക്കളുടെ ആവേശമായി മാറിയ ധനുഷ്, കൊടിയിലൂടെ രാഷ്ട്രീയ ഗോതയിലെ വേഷവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച ധനുഷ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ധനുഷിന്റെ പുതിയ നീക്കങ്ങളെ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. അടുത്തിടെ ഒരു ആരാധക ഒത്തുചേരലിൽ കേവലം സിനിമാ ആഘോഷങ്ങൾക്കപ്പുറം പ്രാദേശികമായി ജനക്ഷേമ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ ധനുഷ് തന്റെ ആരാധകരോട് ആഹ്വാനം ചെയ്തതാണ് പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ഇതോടെ വിജയ്ക്ക് പിന്നാലെ ധനുഷും തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണെന്ന തരത്തിലുള്ള ശക്തമായ അഭ്യൂഹങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞു. ധനുഷ് ഇരട്ട വേഷത്തിൽ അഭിനയിച്ച് 2016 പുറത്തിറങ്ങിയ ഒരു ജനപ്രിയ രാഷ്ട്രീയ ആക്ഷൻ ത്രില്ലർ ചലച്ചിത്രമായ കൊടി റിലീസായപ്പോൾ അതൊരു തുടക്കമാണെന്ന് ആരും കരുതിയില്ല. മാസ് ഡയലോഗുകളിലൂടെ ധനുഷ് ആരാധകരെ ആവേശത്തിലാക്കിയത് വെറുതെ ആയില്ല. ഇളയ ദളപതി വിജയ് TVKയിലൂടെ തമിഴ്നാട് തൂത്തുവാരി മുഖ്യമന്ത്രിയായി ആവേശം വാരി വിതറുമ്പോഴാണ് അതിശക്തമായ ഫാൻ ബേസ് ഉള്ള ധനുഷും രംഗത്തിറങ്ങുന്നത്. സിനിമാ ആഘോഷങ്ങൾക്കപ്പുറം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ സേവനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആരാധകരോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രീയ പ്രവേശന ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ധനുഷ്. എന്നാൽ ധനുഷോ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കേന്ദ്രങ്ങളോ രാഷ്ട്രീയത്തിലേക്കുള്ള വരവിനെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും പക്ഷേ നടത്തിയിട്ടില്ല. എങ്കിലും ആരാധകരുടെ കൂട്ടായ്മയെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന സേവന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കണമെന്ന് ധനുഷ് ആവശ്യപ്പെട്ടത് തമിഴ് സിനിമാ ലോകത്ത് പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുക തന്നെയാണ്. മറ്റ് സൂപ്പർ താരങ്ങളെ പോലെ ധനുഷും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമോ എന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കഴിഞ്ഞു. ഏതായാലും തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾ ഇപ്പോൾ തന്നെ അരങ്ങേറുകയാണ്. വിജയുടെ രാഷ്ട്രീയ മുന്നേറ്റം തടയാൻ ദ്രാവിഡ കക്ഷികൾ ഒന്നിക്കുന്നതിന്റെ സൂചനകൾ ചിലപ്പോഴൊക്കെ പുറത്തു വന്നെങ്കിലും അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. AADMKയും DMKയും കൈകൊടുക്കുമോ എന്നതാണ് ഏവരും കാത്തിരിക്കുന്ന ഒരു ചോദ്യം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകമെന്ന TVK വലിയ വെല്ലുവിളികൾ വരും നാളുകളിൽ ഉയർത്തുമെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ബദ്ധവൈരികളായ DMKയും AADMKയും സഖ്യത്തിലേക്ക് നീങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇതിനിടയിൽ തമിഴ് മണ്ണിൽ BJP വേരോട്ടമെന്ന ലക്ഷ്യവുമായി ഇറങ്ങിയ അണ്ണാമലൈ ദ്രാവിഡ മണ്ണിൽ പുതിയ പരീക്ഷണവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. പരമ്പരാഗത രാഷ്ട്രീയത്തിന് ബദലാകുമോ അണ്ണാമലയുടെ പുതിയ തീരുമാനങ്ങൾ? അണ്ണാമലയും പുതിയ പ്രസ്ഥാനമായ വി ദ പീപ്പിൾ ഫൗണ്ടേഷനെയും ഉറ്റുനോക്കുകയാണ് യുവാക്കൾ. BJP വിട്ട അണ്ണാമലൈ തമിഴ്നാട്ടിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ള ചരടുവലികൾ തന്നെയാണ് നടത്തുന്നത്. ഇപ്പോഴത്തെ ധനുഷിന്റെ പേരും ഉയർന്നു കേൾക്കുന്നു. ദ്രാവിഡ മണ്ണിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പൊളിച്ചെഴുതി വിജയ്ക്ക് ബദലാകുമോ ധനുഷ്? സിനിമാ ലോകത്തെ സൂപ്രതാരം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ രാഷ്ട്രീയ ഗോതയിൽ ഇനി എന്ത് സംഭവിക്കും? രജനീകാന്തും കമൽഹാസനും പരാജയപ്പെട്ടിടത്ത് വിജയ് കുതിക്കുമ്പോൾ അതിന് തടയിടാൻ ധനുഷിന് എത്രത്തോളം കഴിയും? തമിഴകത്ത് വീണുടഞ്ഞ ദ്രാവിഡ രാഷ്ട്രീയ സമവാക്യങ്ങൾ പൊടിതട്ടിയെടുക്കാൻ ധനുഷിനാകുമോ? ചോദ്യങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ ഉത്തരത്തിന് ധനുഷ് തന്നെ മനസ്സ് തുറക്കേണ്ടി വരും. സിനിമയിലെ സ്റ്റാർഡവുമായി പൊതുജന മധ്യത്തിലേക്ക് കടന്നു ചെല്ലുന്ന താരപ്പകട്ടിന്റെ രാഷ്ട്രീയം തമിഴ് മണ്ണിന് പരിചിതമാണ്. പക്ഷേ MGRനെയും പുരക്ഷി തലവി ജയലളിതയെയും സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ താരരാജാക്കന്മാരാക്കിയ ചരിത്രമുള്ള തമിഴ്നാട് കമലിനെ പറപ്പിച്ച ചരിത്രവും രജനീകാന്തിനെ തുടങ്ങിയെടുത്ത് തന്നെ നിർത്താൻ പ്രേരിപ്പിച്ച ചരിത്രവുമുണ്ട്. വിജയെപ്പോലെ തന്നെ വിശ്വസിച്ച് കൂടെ ഇറങ്ങിയ പൊതുജനങ്ങൾക്ക് വ്യക്തമായ സന്ദേശം കൈമാറാൻ ധനുഷിന് സാധിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. വിജയ് പയറ്റിയ അതേ തന്ത്രം പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ ധനുഷ് വിപ്ലവത്തിനും ഒരുപക്ഷെ തമിഴ് ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരും. മറ്റ് ദ്രാവിഡ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി വോട്ടർമാർക്കിടയിൽ വിജയകരമായി പ്രചാരണം നടത്തിയ TVK മോഡൽ ആയുധം ധനുഷും പുറത്തെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരാധകരോടുള്ള ആഹ്വാനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ വിജയ് നല്ല ഹോംവർക്ക് വർഷങ്ങളെടുത്ത് ചെയ്തു. പാർട്ടി രൂപീകരിക്കുന്നതിന് മുൻപ് ദ്രാവിഡ രാഷ്ട്രീയത്തെ വിജയ് പൂർണ്ണമായും മനസ്സിലാക്കി. 2020 തുടക്കം മുതൽ സിനിമയിലൂടെയും പൊതുപരിപാടികളിലൂടെയും തന്റെ രാഷ്ട്രീയ നിലപാടുകൾ വിജയ് വെളിപ്പെടുത്തി. മാസ് ഡയലോഗുകളിലൂടെ, മാസ് ആക്ഷനുകളിലൂടെ പ്രേക്ഷകരിൽ നിന്നും ഫാൻസിൽ നിന്നുമുള്ള പ്രതികരണങ്ങൾ കേട്ടു. പ്രായഭേദമന്യേ പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചെന്നു.
രാഷ്ട്രീയ അരങ്ങേറ്റം പ്രഖ്യാപിക്കുമ്പോൾ രജനീകാന്തിന്റെ പ്രായം 70, കമൽഹാസന്റെ പ്രായം 65, വിജയ് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയായി ഇറങ്ങുമ്പോൾ പ്രായം 52, ഇപ്പോൾ ധനുഷിന്റെ പ്രായം 42. ഏതായാലും കമലിനെയും രജനിയെയും അപേക്ഷിച്ച് അല്പം നേരത്തെ രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങിയ വിജയ്ക്ക് ജെൻസി വോട്ടർമാരെ കാര്യമായി സ്വാധീനിക്കാൻ സാധിച്ചു. 2 കോടിയിലേറെ ജെൻസി വോട്ടർമാർ പിന്തുണ നൽകി. അതായത് വിജയുടെ രാഷ്ട്രീയ അരങ്ങേറ്റം സിനിമയുടെ താരപരിവേഷം കൊണ്ട് നേടിയതല്ല. ദശകങ്ങളോളം തമിഴ് രാഷ്ട്രീയത്തെ ഭരിച്ച ദ്രാവിഡ കക്ഷികൾക്ക് വലിയൊരു വെല്ലുവിളിയാണ് 52കാരനായ വിജയ് ഉയർത്തുന്നത്. ആ ദളപതിക്ക് വെല്ലുവിളിയാകാൻ 42 വയസ്സുള്ള ധനുഷ് കൊടിപിടിച്ചു വരുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ താരരാജാക്കന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ മാത്രമല്ല, താരരാജാക്കന്മാരുടെ പിതാക്കന്മാരുടെ വാക്പോരുകൾക്കും കാത്തിരിക്കാം. സംവിധായകൻ, നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, നടൻ എന്നീ നിലകളിൽ തിളങ്ങിയ എസ് എ ചന്ദ്രശേഖരന്റെ മകൻ കൂടിയാണ് ജോസഫ് സി വിജയ്. ചലച്ചിത്ര സംവിധായകനായ കസ്തൂരി രാജയുടെ മകനാണ് ധനുഷ്.